നമസ്കാരം കുഞ്ഞുങ്ങളെ. നമ്മൾ മലയാളത്തിൻ്റെ 4th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചിറകുള്ള ബസ് എന്നുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും എന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ ഈ കഥ? അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ടീച്ചർ ഈ കഥയൊന്ന് പറഞ്ഞുതരാം. ഇത് മലയാളത്തിലെ ഒരു നാടോടി കഥയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടുകൂടി യാത്ര ആരംഭിച്ചു. യാത്ര ചെയ്ത് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാറ്റ് വന്നു. കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? കരിയില പറന്നു പോകും. അപ്പോൾ കരിയിലയെ രക്ഷിക്കാൻ വേണ്ടി മണ്ണാങ്കട്ട എന്ത് ചെയ്തു? കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കഴിഞ്ഞു അവർ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്താണ്, ഒരു മഴ വന്നു. മഴ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മണ്ണാങ്കട്ട അലിഞ്ഞു പോവും. അപ്പോൾ മണ്ണാങ്കട്ടയെ രക്ഷിക്കാൻ വേണ്ടി കരിയില എന്ത് ചെയ്തു? മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ ഒരു കുട പോലെ നിന്നതുകൊണ്ട് മണ്ണാങ്കട്ട നനഞ്ഞില്ല. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു അവർ രണ്ടുപേരും കൂടെ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ അവർ വീണ്ടും സന്തോഷത്തോടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ്റും മഴയും കൂടെ ഒന്നിച്ചു വന്നത്. ഒന്നിച്ചു വന്ന സമയത്ത് കാറ്റടിച്ചു, കരിയില പറന്നുപോയി, മഴ പെയ്തു, മണ്ണാങ്കട്ട വെള്ളത്തിൽ അലിഞ്ഞുപോയി. അങ്ങനെ അവരുടെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഈ കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ട് സുഹൃത്തുക്കളുടെ സ്നേഹവും കരുതലും ത്യാഗവും ഒക്കെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും അല്ലേ. ഒരു വ്യത്യസ്തമായ അനുഭവം തരുന്ന ഒരു ചെറിയൊരു നാടോടി കഥയാണ് ഇത്. ഈ ടൈറ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കഥ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. ഇപ്പം മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ലേ, ഒരു സങ്കല്പയാത്രയാണ്. ആ കഥയിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുന്നുണ്ടല്ലേ. അവിടെ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും അവിടെ നടക്കുന്നു. ഇനി ആ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതും എന്നാൽ കുറച്ചുകൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്നതുമായ പല ചിത്രങ്ങളും അതിനകത്ത് കാണാം. നിങ്ങൾ തന്നെ പറയൂ, അതിനകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. ആന, മുയൽ, കുതിര, മാൻ, പക്ഷികൾ, ചെടികൾ, തവള, അങ്ങനെ തുടങ്ങി പല ജീവികളും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നമുക്കിനി അടുത്ത പേജിലേക്ക് പോവാം. മുന്നറിയിപ്പ് എന്നൊരു കവിതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ മുന്നറിയിപ്പ് എന്ന കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഈണത്തിൽ ചൊല്ലാവുന്ന നല്ല ഒരു കവിതയാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കണേ. ഇനി നമുക്ക് ഈ കവിതയുടെ അർത്ഥം നോക്കിയാലോ. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് വേണ്ടി കവി കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ കവിത. നമ്മൾ പലതും കാണണമെന്ന് ആഗ്രഹിച്ചു പോകുന്നതായിരിക്കില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. അതാണ് കവി പറയുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കൂടി നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കവി പറയുകയാണ്, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ, നിങ്ങൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കും അല്ലേ. അവിടെ ചെന്ന് നിങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കാണണമെന്ന് പ്രതീക്ഷിച്ചായിരിക്കാം നിങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണണമെന്ന് വിചാരിച്ചതായിരിക്കില്ല നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നത്. അതിന് പറയുന്ന 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്ന് പറയുന്നത്?
കടൽ കാണാൻ പോകുന്നു. കടൽ കാണാൻ പോയിട്ട് കവി എന്താണ് കണ്ടത്? തിരമാലകളുടെ ഒരു കൂട്ടമാണ് കണ്ടതെന്നാണ് കവി പറയുന്നത്. അതുപോലെ കപ്പൽ കാണാൻ പോയിട്ട് കവി എന്താണ് കണ്ടത്? കൂറ്റൻ മണിമേടം അല്ലേ? പിന്നീട് എന്താണ് കവി കാണാൻ പോയത്? കാട് കാണാൻ പോയി അല്ലേ? കവി കാട് കാണാൻ പോയിട്ട് കണ്ടത് നീളെ മരം, മരങ്ങളുടെ ഒരു കൂട്ടമാണ് കണ്ടത് എന്നാണ് കവി പറയുന്നത്. അതുപോലെ വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് എന്താണ്? കൂറ്റൻ കിണർ. എന്താണ് ഈ വാരിക്കുഴി എന്ന് പറയുന്നത്? വനത്തിൽ ആനയും മറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കുഴി ഉണ്ടാക്കി ഒരു ട്രാപ്പ് ഉണ്ടാക്കി വെക്കും അതിനെ പിടിക്കാൻ വേണ്ടി. അതിനെയാണ് വാരിക്കുഴി എന്ന് പറയുന്നത്. അത് കാണാൻ പോയ കവിക്ക് എന്താണ് കാണാൻ കഴിഞ്ഞത്? ഒരു വലിയ കിണറാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കവി കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എന്ന് കവി പറയുന്നു. ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ നിങ്ങളെല്ലാവരും ഈ കവിത നന്നായിട്ട് വായിച്ചു നോക്കണം. വളരെ മനോഹരമായൊരു കവിതയാണിത്. അവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടല്ലേ? നോക്കിക്കേ. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യാത്രകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ പലതും അപ്രതീക്ഷിതവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിരിക്കും അല്ലേ? അപ്പോൾ കവിതയിൽ കവി തന്നെ പറയുന്നുണ്ട്, കവി കാണാൻ പോയതൊന്നുമല്ല കവിക്ക് കാണാൻ കഴിഞ്ഞത്. കവി ഇവിടെ പറയുന്നു, കവി കടൽ കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളാണെന്നും, കപ്പൽ കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയും, കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് മരങ്ങളുടെ ഒരു കൂട്ടമാണെന്നും, വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നു. ഇവിടെ കവി കാണാൻ ആഗ്രഹിച്ചത് തന്നെയാണ് കണ്ടത് എന്നുണ്ടെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് കവി പറയുന്നത് ഞാൻ കാണാൻ ചെന്നതല്ല എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത്. കാണണമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതല്ല നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് കവി പറയുന്നത് അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് കവി പറയുന്നത് എന്താണ്? നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നത് അവിടെ ചെന്നാൽ കാണണമെന്നില്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള മറ്റ് കാഴ്ചകൾ കാണാം എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത് ആയിരിക്കില്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മണ്ണാങ്കട്ടയും കരിയിലയും എന്നുള്ള ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണാൻ പോയ കാഴ്ചകളെക്കുറിച്ച് ഇതുപോലെ ഒരു 4 വരി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിടാൻ ശ്രമിക്കുക. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.